കുട്ടികളിൽ സാധാരണയായി കാണുന്ന ഒരു പ്രശ്നമാണ് തലയിലെ പേൻ അഥവാ ഹെഡ് ലൈസ്. പേൻ എന്ന് പറയുന്നത് തലമുടികൾക്കിടയിൽ ജീവിക്കുന്ന ഒരു പരാദജീവിയാണ്. ഇവ തലയുടെ ചർമ്മത്തിൽ നിന്നും രക്തം കുടിച്ചാണ് ജീവിക്കുന്നത്. സാധാരണ പേൻ തലയിൽ കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരിക്കും? തലയുടെ ചർമ്മത്തിൽ ചെറിയ കുരുക്കൾ, ചൊറിച്ചിൽ, ചുവന്ന പാടുകൾ, മുടിയിൽ വെള്ള നിറത്തിലുള്ള ചെറിയ മുട്ടകളും കാണാം. ഇത് ഒരു കുട്ടിയിൽ നിന്ന് മറ്റൊരു കുട്ടിയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ പകരാം. രണ്ട് കുട്ടികളുടെ തല അടുത്ത് വെച്ച് കളിക്കുമ്പോൾ കോമ്പ്, ടവൽ ഇവയെല്ലാം ഷെയർ ചെയ്താലും ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് വേഗത്തിൽ തന്നെ പരക്കാം. അതുകൊണ്ട് കുട്ടികളുടെ വ്യക്തിഗത വസ്തുക്കൾ പങ്കുവെക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. തലമുടി വൃത്തിയായി ശ്രദ്ധിക്കുക, കൃത്യമായി മുടി കോമ്പ് ചെയ്ത് കൊണ്ടുപോവുക തുടങ്ങിയവയെല്ലാം തലയിലെ പേൻ ശല്യം മാറ്റാൻ വളരെ നിർബന്ധമാണ്. എന്നാലും ചില അമ്മമാർ പരാതി പറയാറുണ്ട്, എത്ര മുടി ചീകിക്കഴിഞ്ഞാലും തൊട്ടടുത്ത ദിവസം വീണ്ടും അതേപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് പേൻ നിറഞ്ഞിരിക്കുന്നു. ഒരു ദിവസം ചീകാൻ മറന്നുപോയാൽ തല പേൻ നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കുട്ടികൾക്ക് ഒരു ഹോമിയോ ഡോക്ടറുടെ സഹായത്തോടു കൂടി ശരീരത്തിൻ്റെ ഈ പേൻ നിറയാനുള്ള ടെൻഡൻസി തന്നെ മാറ്റിയെടുക്കാവുന്നതാണ്. പേനിൻ്റെ ശല്യം കൂടിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് പനി വരാനും തലയിൽ ചൊറിഞ്ഞ് കുരുക്കൾ വരാനും വ്രണം വരാനും സാധ്യതയുണ്ട്. അനിയന്ത്രിതമായ രീതിയിൽ തലയിൽ പേൻ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് നിയന്ത്രിക്കാൻ കഴിയുന്നുമില്ലെങ്കിൽ ഒരു ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ്. ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായി തന്നെ തലയിലെ പേൻ നിയന്ത്രിക്കാവുന്ന തരത്തിലുള്ള മരുന്നുകൾ ലഭ്യമാണ്.